ഫിസിക്സിൻ്റെ സെക്കൻഡ് ഇയറിലെ ടോപ്പിക്സാണ് നമ്മൾ തുടങ്ങുന്നത്. ഫസ്റ്റ് ഇയറിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇലക്ട്രിസിറ്റി, മാഗ്നറ്റിസം ഇതുമായി ബന്ധപ്പെട്ട ചാപ്റ്ററുകളാണ് നമ്മൾ സെക്കൻഡ് ഇയറിൽ കാണുക. ഫസ്റ്റ് ഇയറിൽ സത്യം പറഞ്ഞാൽ ഒരു രസമുണ്ടായിരുന്നു. കാരണം മെക്കാനിക്സ് ആയിരുന്നു. മെക്കാനിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബോഡീനെ അങ്ങോട്ട് തള്ളി ഇങ്ങോട്ട് വലിച്ചു, ഇതൊക്കെ പറയുമ്പോൾ നമുക്കിങ്ങനെ അസ്യൂം ചെയ്യാനും നമുക്ക് മനസ്സിൽ കാണാനൊക്കെ ഒരു രസമുള്ള പാർട്ടായിരുന്നു. ഇത് നേരെ തിരിച്ചാണ്. ഇതൊരു വേറെ ഒരു മേഖലയാണെന്ന് പറയാം, ഇലക്ട്രോ ഡൈനാമിക്സ്. ഇതാണ് നമ്മൾ പഠിക്കാൻ പോണത്. അപ്പോൾ ഇതിലെ ഫസ്റ്റ് രണ്ട് ചാപ്റ്റർ എന്നല്ല, ഫിസിക്സിലെ ഫസ്റ്റ് പാർട്ടിൽ എല്ലാ ചാപ്റ്ററുകളും തന്നെ ഇന്റർ കണക്റ്റഡ് ആണ്. ഒന്ന് കിട്ടിയാലേ അടുത്ത് കിട്ടുള്ളൂ. അപ്പോൾ ആദ്യം മുതലേ നമ്മളിങ്ങനെ പഠിച്ച് ശരിക്ക് പോയാലേ അടുത്തടുത്ത ചാപ്റ്ററുകൾ മനസ്സിലാവുള്ളൂ. ഇനി ഇപ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആണ്. ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ശരിക്കും ഇലക്ട്രോസ്റ്റാറ്റിക്സ് നല്ല ഫസ്റ്റ് ചാപ്റ്റർ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ് ആണ്. അത് കഴിഞ്ഞിട്ട് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് ആണ്. അപ്പോൾ ഇത് രണ്ട് ചാപ്റ്ററും കൂടെ കൂടിയിട്ടാണ് നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുക. അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് 1, 2 എന്നൊക്കെ നമ്മളിങ്ങനെ പറയും. അപ്പോൾ ശരിക്ക് ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ് ആണ്. അപ്പോൾ ആ ഫസ്റ്റ് ചാപ്റ്റർ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇതിൽ ആദ്യം നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇലക്ട്രിക് ചാർജിനെ കുറിച്ചാണ്. ഇലക്ട്രിക് ചാർജിൽ നമ്മൾ ആദ്യം കേൾക്കുന്ന വേർഡാണ് സ്റ്റാറ്റിക് ചാർജ് എന്ന് പറയും. സ്റ്റാറ്റിക് ചാർജ് ആണ് നമ്മൾ ആദ്യം നോക്കുന്നത്. സ്റ്റാറ്റിക് ചാർജ്, അതിൽ നിന്ന് തന്നെ അതിൻ്റെ ഒരു മീനിങ് നമുക്ക് മനസ്സിലാവും. സ്റ്റാറ്റിക് ചാർജ് എന്ന് പറഞ്ഞാൽ ആ ചാർജ് റെസ്റ്റിലാണ്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഈ ചാപ്റ്ററിൽ കേൾക്കുന്ന വേർഡ് എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിക് ചാർജ് എന്താണെന്നുള്ളതാണ്. സ്റ്റാറ്റിക് ചാർജ് എന്ന് പറഞ്ഞാൽ ആ ചാർജ് റെസ്റ്റിലാവണം. അപ്പോൾ നമ്മൾ ആദ്യത്തെ 2 ചാപ്റ്റർ കഴിഞ്ഞാൽ ആ ചാർജ് മൂവ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അതിൻ്റെ പഠനശാഖ വേറെയാണ്. അപ്പോൾ നമ്മൾ ആദ്യം നോക്കണ ഈ ആദ്യത്തെ 2 ചാപ്റ്ററിൽ ചാർജ് ഒക്കെ റെസ്റ്റിലാണ്. അപ്പോൾ സ്റ്റേഷനറി ചാർജ് ആവണം. അടുത്തത് രണ്ടാമത്തെ അതിൻ്റെ ഒരു പ്രോപ്പർട്ടി, അത് ടൈം വേരിയബിൾ ആവരുത്, കോൺസ്റ്റന്റ് ആവണം. ആ ചാർജ് എന്ന് പറയുന്നത് സ്റ്റേഷനറി ആണ് ആൻഡ് ഡു നോട്ട് ചേഞ്ച് വിത്ത് ടൈം. അങ്ങനെയാണെങ്കിൽ അതിനെ നമ്മൾ സ്റ്റാറ്റിക് ചാർജ് എന്ന് വിളിക്കും. അങ്ങനെ സ്റ്റാറ്റിക് ചാർജുമായി ബന്ധപ്പെട്ട ഫീൽഡ്, അതേപോലെ തന്നെ പൊട്ടൻഷ്യല്, ഫോഴ്സ്, ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കുന്ന ഫിസിക്സിലെ ബ്രാഞ്ചിനെയാണ് നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് വിളിക്കുക. അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞാൽ ആ സ്റ്റേഷനറി ആയിട്ടുള്ള ചാർജിൻ്റെ ഫോഴ്സ്, ഫീൽഡ്, പൊട്ടൻഷ്യല്, ഇതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ പഠിക്കുകയാണ്. അപ്പോൾ 2 സ്റ്റാറ്റിക് ചാർജുകൾ വെച്ചാൽ എന്ത് ഫോഴ്സാണ് ഉണ്ടാവുക? നമ്മൾ പണ്ട് പഠിച്ച ഗ്രാവിറ്റേഷണൽ ഫീൽഡ് പോലെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട് ഇവിടെ. ആ ഫീൽഡ് എന്താണ്? പൊട്ടൻഷ്യൽ എന്താണ്? പൊട്ടൻഷ്യൽ എനർജി എന്താണ്? അപ്പോൾ സ്റ്റേഷനറി ചാർജിനെ കുറിച്ചുള്ള പഠനശാഖയാണ് നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുക. നമ്മൾ ഈ ചാർജ് എന്ന് പറയുന്നത് ബേസിക് പ്രോപ്പർട്ടി ഓഫ് മാറ്റർ ആണ്. ഒരു മാറ്ററിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു ബേസിക് പ്രോപ്പർട്ടിയിൽ പെട്ടതാണ് ചാർജ് എന്ന് പറയുന്നത്. മാറ്ററിൻ്റെ ബേസിക് പ്രോപ്പർട്ടി നമ്മൾ മുമ്പ് ഒന്ന് കണ്ടിട്ടുണ്ടായിരുന്നു, മാസ്. മാറ്ററിൻ്റെ ബേസിക് പ്രോപ്പർട്ടി ഒന്ന് മാസ്സാണ്, മറ്റൊന്ന് ചാർജാണ്. അപ്പോൾ ചാർജിനെ കുറിച്ച് നമ്മൾക്ക് പറയുമ്പോൾ എന്ത് പറയാം? ബേസിക് പ്രോപ്പർട്ടി ഓഫ് മാറ്റർ ആണ്. മാറ്ററിന്റെ ബേസിക് പ്രോപ്പർട്ടിയിൽ ഒന്നാണ് ചാർജ്. അടുത്തത് ചാർജ് നമ്മൾ കേട്ടിട്ടുണ്ട് മുമ്പേ. എത്ര ടൈപ്പ് ഉണ്ട്? 2 ടൈപ്സ് ഓഫ് ചാർജസ് ആണുള്ളത്. ഒന്ന് പോസിറ്റീവും നെഗറ്റീവും. അപ്പോൾ നമുക്ക് പറയാം 2 ടൈപ്സ് ഓഫ് ചാർജസ്. ഈ ബേസിക് പ്രോപ്പർട്ടിയിൽ പെട്ട മറ്റൊരാളാണ് മാസ്. ഈ മാസ് അങ്ങനെ 2 ടൈപ്പ് ഇല്ല, പക്ഷെ ചാർജ് എന്തുണ്ട്? 2 ടൈപ്പ് ഉണ്ട്. 2 ടൈപ്സ് ഓഫ് ചാർജസ്.
ഒന്ന് പോസിറ്റീവാണ്, അടുത്തത് നെഗറ്റീവാണ്. അപ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് ചാർജുകൾ രണ്ട് ടൈപ്പ് ഉണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഒന്ന് സ്റ്റേഷനറി ചാർജിനെയാണ് സ്റ്റാറ്റിക് ചാർജ് എന്ന് വിളിക്കുക. അതുമായി ബന്ധപ്പെട്ട പഠനശാഖയാണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ്. അടുത്തത് നമ്മൾക്ക് അതുമായി വന്നത് ഒരു ബേസിക് പ്രോപ്പർട്ടി ആണെന്നുള്ള കാര്യം വന്നു മാറ്ററിൻ്റെ. അതേപോലെ 2 ടൈപ്സ് ഓഫ് ചാർജസ് ഉണ്ട്, പോസിറ്റീവ് നെഗറ്റീവ്. അടുത്തത് നമുക്ക് ഇത് ഏത് ക്വാണ്ടിറ്റി ആണെന്ന് നോക്കാം. സ്കേലാർ ആണോ വെക്ടർ ആണോ? ചാർജ് എന്ന് പറയുന്നത് സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. ഈ സ്കേലാർ ക്വാണ്ടിറ്റി ആയാലുള്ള ഉപകാരം നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം. ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി പറഞ്ഞാൽ സ്കേലാർ ആണോ വെക്ടർ ആണോ എന്ന് പറഞ്ഞാൽ എന്താണ് അതിന് നമ്മൾക്ക് പെട്ടെന്ന് മനസ്സിൽ വരേണ്ട കാര്യം ഇതാണ്. ഇപ്പോൾ എൻ്റെ ദേഹത്ത് 2 ചാർജ് കൊടുത്തു എന്ന് കരുതുക. ഇപ്പോൾ ഒരു 1ഉം ഒരു 2ഉം. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ചാർജ് കാണാൻ പറയുമ്പോൾ ജസ്റ്റ് ആഡ് ചെയ്താൽ മതി, 1 + 2 ചെയ്താൽ മതി. പക്ഷെ അത് വെക്ടർ ആയിരുന്നെങ്കിൽ വെക്ടർ 1 + വെക്ടർ 2 ചെയ്യണം. അതാണ് നമ്മൾ വെക്ടർ ആണോ സ്കേലാർ ആണോ എന്ന് ചോദിച്ചാൽ പെട്ടെന്ന് മനസ്സിൽ വരേണ്ട സംഗതി അതാണ്. സ്കേലാർ ക്വാണ്ടിറ്റി ആണെങ്കിൽ ഇപ്പോൾ വെലോസിറ്റി സ്കേലാർ ആയിരുന്നെങ്കിൽ വെലോസിറ്റികൾ 2 ജസ്റ്റ് ആഡ് ചെയ്യാൻ പറ്റും. പക്ഷെ വെക്ടർ ആണെങ്കിൽ വെക്ടർ ഓൾജിബ്ര വെച്ചിട്ട് ആഡ് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ പാരലലോഗ്രാം തിയറി ഒക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ചാർജ് എന്ത് ക്വാണ്ടിറ്റി ആണ്? സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. സ്കേലാർ ക്വാണ്ടിറ്റി ആണ് എന്ന് കേട്ടാൽ ഉടനെ ജസ്റ്റ് ആഡ് ചെയ്താൽ മതി. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഏതും സ്കേലാർ ക്വാണ്ടിറ്റി കേട്ടാൽ അങ്ങനെ ഒരു കാര്യം മൈൻഡിൽ പെട്ടെന്ന് കൊണ്ടുവരണം, ജസ്റ്റ് ആഡ് ചെയ്താൽ മതി. ഇനി നമ്മൾക്ക് അടുത്തത് ഇതിൻ്റെ യൂണിറ്റുകളാണ്. ചാർജിന്റെ SI യൂണിറ്റ് വരുന്നത് കൂളംബാണ്. നമ്മൾ അതിനെ കാണിക്കുന്നത് ഒരു ക്യാപിറ്റൽ C ഉപയോഗിച്ചിട്ടാണ്. ക്യാപിറ്റൽ C ആണ് കൂളംബിന് SI യൂണിറ്റ് വരുന്നത്. ഇനി നമ്മൾ ഇതിൽ ചിലപ്പോൾ എന്ത് ചെയ്യും, ചെറിയ ചെറിയ ചാർജുകൾ, ഈ 1 കൂളംബ് ചാർജ് എന്ന് പറഞ്ഞാൽ ശരിക്കും വലിയൊരു ചാർജാണ്. അപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ പ്രോബ്ലം ഒക്കെ ചെയ്യുന്ന സമയത്ത് ചെറിയ ചെറിയ ചാർജുകളാണ് കാണുക. മില്ലി കൂളംബ്, മൈക്രോ കൂളംബ് ഒക്കെയാണ്. അപ്പോൾ ചാർജിന്റെ SI യൂണിറ്റ് കൂളംബാണ്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, 1 കൂളംബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഒരു ചാർജാണ്. അത് നമ്മൾ ഒന്ന് ഡിഫൈൻ ചെയ്യും. ഇപ്പോൾ 2 1 കൂളംബ് ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരക്കണക്കിന് ആനകൾ തമ്മിൽ വലിക്കണ അത്ര ഫോഴ്സ് വരും. അപ്പോൾ അത് വലിയൊരു ചാർജാണ്. അപ്പോൾ ചെറിയ ചാർജുകൾ വരാം. അപ്പോൾ ചെറിയ ചാർജുകൾ എന്ന് പറയുമ്പോൾ 1 മില്ലി കൂളംബ്. 1 മില്ലി കൂളം എന്ന് പറഞ്ഞാൽ 10⁻³ കൂളംബാണ്. ഇനി അതേപോലെ നമ്മൾ കാണാം 1 മൈക്രോ കൂളംബ്. മൈക്രോ കൂളം എന്ന് പറഞ്ഞാൽ 10⁻⁶ കൂളംബാണ്. അപ്പോൾ നമ്മൾക്ക് മനസ്സിലായത് SI യൂണിറ്റ് കൂളംബാണ് എന്നുള്ളത്. ഇതിൻ്റെ CGS യൂണിറ്റ് വരുന്നത് നമുക്ക് ഇലക്ട്രോസ്റ്റാറ്റിക് യൂണിറ്റ് എന്ന് പറയും. നമ്മൾ CGS യൂണിറ്റ് അതിനെ നമ്മൾ ESU എന്ന് എഴുതും. ഇലക്ട്രോസ്റ്റാറ്റിക് യൂണിറ്റ് എന്നാണ് കേട്ടോ. ESU എന്ന് വായിക്കുക, ഇലക്ട്രോസ്റ്റാറ്റിക് യൂണിറ്റ് ആണ്. ഇവർ തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് 1 കൂളംബ് = 3 × 10⁹ ESU ആയിരിക്കും. അപ്പോൾ SI യൂണിറ്റ് കൂളംബാണ്, CGS യൂണിറ്റ് ഇലക്ട്രോസ്റ്റാറ്റിക് യൂണിറ്റ് ആണ്. അല്ലെങ്കിൽ മറ്റൊരു യൂണിറ്റ് ഉണ്ട്, ഇലക്ട്രോ മാഗ്നറ്റിക് യൂണിറ്റ്. ഇലക്ട്രോ മാഗ്നറ്റിക് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ EMU എന്ന് എഴുതും. ESU എന്ന് പറഞ്ഞാൽ ആരാണ്? ഇലക്ട്രോസ്റ്റാറ്റിക് യൂണിറ്റ് ആണ്. വേറൊരു യൂണിറ്റ് ആണ് ഇലക്ട്രോ മാഗ്നറ്റിക് യൂണിറ്റ്. 1 ഇലക്ട്രോ മാഗ്നറ്റിക് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് വരുന്നത് ഏകദേശം എത്രയാണ്? 10 കൂളംബാണ് വരിക. 10 കൂളംബ് എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ എങ്ങനെ എഴുതാമെന്ന് അറിയണോ? 1 കൂളം എന്ന് പറഞ്ഞാൽ ഇതാണല്ലോ. അപ്പോൾ നമ്മൾക്ക് അതിനെ വേണമെങ്കിൽ 3 × 10⁻10 ESU എന്ന് എഴുതാം. ഇത് അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ല.
നമുക്ക് ആകെ അറിയേണ്ടത് SI യൂണിറ്റ് ആരാണ്? കൂളംബാണ്. CGS യൂണിറ്റിന് നമുക്ക് ESU എന്ന് എഴുതാം, ഇലക്ട്രോസ്റ്റാറ്റിക് യൂണിറ്റ്. പിന്നെ ചെറിയ യൂണിറ്റുകൾ വരുമ്പോൾ മില്ലി എന്ന് പറഞ്ഞാൽ 10⁻³ ആണ്. മൈക്രോ എന്ന് പറഞ്ഞാൽ 10⁻⁻6 കൂളംബാണ്. ഇനി നമ്മൾക്ക് ഇതിന്റെ ഡയമെൻഷണൽ ഫോർമുല നോക്കാം. ചാർജിന്റെ ഡയമെൻഷണൽ ഫോർമുല പറയണമെങ്കിൽ ശരിക്ക് നമ്മൾ 3ാമത്തെ ചാപ്റ്റർ കഴിയണം. പക്ഷേ നമ്മൾ പണ്ട് കറണ്ടിന്റെ ഇക്വേഷൻ പഠിച്ചത് ഓർമ്മ ഉണ്ടോ നിങ്ങൾക്ക്? കറണ്ടിന്റെ ഇക്വേഷൻ ചാർജ് ബൈ ടൈം എന്ന് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പണ്ട് നമ്മൾ 10th പഠിച്ചതാണത്. അപ്പൊ അവിടുന്ന് ഈ Q എന്ന് പറഞ്ഞാൽ ചാർജാണ്. അപ്പൊ നമ്മൾ ചാർജിന്റെ സിമ്പൽ Q ആണ്. അത് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടെ കൊടുക്കാം. ചാർജിന്റെ സിമ്പൽ നമ്മൾ കൊടുക്കുന്നത് Q ആണ്. ചിലപ്പോൾ സ്മോൾ Q എന്ന് എഴുതും, ചിലപ്പോൾ ക്യാപിറ്റൽ Q എന്ന് എഴുതും. അങ്ങനെയാണെങ്കിൽ Qന്റെ ഇക്വേഷൻ I×T ആണല്ലോ. I×T ആണെങ്കിൽ കറന്റിന്റെ ഡയമെൻഷൻ ഫോർമുല നമ്മൾ A എന്ന് കണ്ടിട്ടുണ്ട്. ആംബിയറിന്റെ A ആണത്. ടൈമിൻ്റെത് ഡയമെൻഷൻ വരുന്നത് ക്യാപിറ്റൽ T ആണ്. അപ്പൊ ചാർജിന്റെ ഡയമെൻഷണൽ ഫോർമുല വരിക AT എന്നാണ്. അത് നമ്മൾക്ക് പലപ്പോഴും ആവശ്യമുള്ളതാണ്. അപ്പോൾ ചാർജിന്റെ ഡയമെൻഷണൽ ഫോർമുല കറന്റിന്റെ ഇക്വേഷൻ എന്നാണ് നമ്മൾ ഉണ്ടാക്കിയത്. AT ആണ് ചാർജിന്റെ ഡയമെൻഷണൽ ഫോർമുല വരുന്നത്. ഇനി അടുത്ത ഒരു കാര്യം നമുക്ക് വേണ്ടത് ന്യൂട്രൽ ബോഡി. എന്താണ് ന്യൂട്രൽ ബോഡി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. ന്യൂട്രൽ ബോഡി എന്ന് പറഞ്ഞാൽ അതിന്റെ നെറ്റ് ചാർജ് 0 ആണ്. അപ്പൊ ഈ ചാർജ് എന്ന് പറയുന്ന ആള് ബേസിക് പ്രോപ്പർട്ടി ആണല്ലോ. ഈ ബേസിക് പ്രോപ്പർട്ടി ആയിരിക്കാം ന്യൂട്രൽ ബോഡി. ചാർജ് ഇല്ല എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പൊ അതിന് ചാർജ് ഇല്ലാഞ്ഞിട്ടല്ല, ന്യൂട്രൽ ബോഡിയെ സംബന്ധിച്ചിടത്തോളം എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചാല് ടോട്ടൽ നമ്പർ ഓഫ് പോസിറ്റീവ് ചാർജ്, ടോട്ടൽ പോസിറ്റീവ് ഈക്വൽ ടു എന്തായി, ടോട്ടൽ നെഗറ്റീവ് ആയി. അതാ സംഭവിച്ചത്. അപ്പോൾ ന്യൂട്രൽ ബോഡി എന്ന് പറഞ്ഞാൽ ചാർജ് ഉണ്ട്, പക്ഷെ ആ ചാർജുകൾ ടോട്ടൽ ക്യാൻസലായി പോയതാണ്. ടോട്ടൽ പോസിറ്റീവ് ഈക്വൽ ടു ടോട്ടൽ നെഗറ്റീവ് ആണ്. അപ്പോൾ ഒരു +5 കൂളംബ് ഉണ്ടെങ്കിൽ അപ്പുറത്ത് ഒരു -5 കൂളംബ് ഉണ്ടാവും. അങ്ങനെ വരുമ്പോൾ ടോട്ടൽ 0 ആയി പോകും. ഇതാണ് ന്യൂട്രൽ ബോഡി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചാർജിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. സ്റ്റാറ്റിക് ചാർജ്, ഇലക്ട്രോസ്റ്റാറ്റിക്സ്, അത് മാറ്ററിന്റെ ഒരു ബേസിക് പ്രോപ്പർട്ടി ആണ്. 2 ടൈപ്സ് ഉണ്ട്, പോസിറ്റീവ് നെഗറ്റീവ്. ചാർജ് സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. സ്കേലാർ ക്വാണ്ടിറ്റി ആണെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ആഡ് ചെയ്താൽ മതി. SI യൂണിറ്റ് വരുന്നത് കൂളംബാണ്. സ്മോൾ യൂണിറ്റുകൾ നമ്മൾ പറഞ്ഞു. അടുത്ത ഡയമെൻഷൻ ഫോർമുല ഇമ്പോർട്ടൻ്റ് ആണ്, AT. ന്യൂട്രൽ ബോഡി എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ആണ്. ഇതില് നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം എന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഒന്ന് ഇതാണ്, ഡയമെൻഷണൽ ഫോർമുല AT. അടുത്തത് ബാക്കി ഇതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നറിയോ, നിങ്ങൾ വെറുതെ ഒരുപാട് പ്രാവശ്യം കാണുന്നതുകൊണ്ട് അത് ഇങ്ങനെ മനസ്സിൽ നിന്നു. ഇനി അടുത്ത ഒരു കാര്യം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ സ്കേലാർ ക്വാണ്ടിറ്റീൻ്റെ അവിടെ ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു. സ്കേലാർ ക്വാണ്ടിറ്റി ആണെങ്കിൽ ജസ്റ്റ് ആഡ് ചെയ്താൽ മതി. ആ ഒരു കാര്യം കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, മനസ്സിൽ നല്ലോണം കൊണ്ടടക്കണം. കാരണം അത് നമ്മൾക്ക് ഇനിയും ഭാവിയിൽ വരുമ്പോഴൊക്കെ അതാണ് ചെയ്യേണ്ടത്. സ്കേലാർ ആണെങ്കിൽ ജസ്റ്റ് ആഡ് ചെയ്യുക. വെക്ടർ ആണോ, വെക്ടർ ആൾജിബ്ര ഉപയോഗിച്ചേ മതിയാവും. അപ്പൊ ഇതാണ് ചാർജിന് നമ്മൾ ആദ്യം പറഞ്ഞ കുറച്ച് പ്രോപ്പർട്ടീസ് വരുന്നത്. ഇനി ചാർജിന്റെ തന്നെ കുറച്ചും കൂടെ വരുന്ന കാര്യങ്ങളുണ്ട്, അതും കൂടെ നമുക്കൊന്ന് നോക്കാം. ഒരു ബോഡിയെ എങ്ങനെയാണ് പോസിറ്റീവ്ലി ചാർജ്ഡ് ബോഡി ആക്കുന്നത് എന്ന് നോക്കാം. ഒരു ബോഡിയെ പോസിറ്റീവ്ലി ചാർജ്ഡ് ബോഡി ആക്കണമെങ്കിൽ ഇലക്ട്രോൺസിനെ റിമൂവ് ചെയ്താൽ മതി. അപ്പോൾ ഇലക്ട്രോൺസിനെ റിമൂവ് ചെയ്താൽ എന്ത് ചെയ്യാൻ പറ്റും, ഒരു ബോഡിയെ പോസിറ്റീവ്ലി ചാർജ്ഡ് ബോഡി ആക്കാം.
അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് പോസിറ്റീവ് ചാർജിനെ ആഡ് ചെയ്താൽ മതി, പറ്റൂല, അത് പറ്റില്ല. ഇലക്ട്രോൺസിനെ റിമൂവ് ചെയ്യുക അല്ലെങ്കിൽ ആഡ് ചെയ്യുക, ഇത് മാത്രമേ പറ്റുള്ളൂ. കാരണം നമുക്കറിയാം ഇലക്ട്രോൺസിനെയാണ്, അല്ലാതെ അതിൻ്റെ അകത്തുള്ള പ്രോട്ടോൺസിനെ മാറ്റാൻ കഴിയില്ല. പ്രോട്ടോൺസിനെ മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആറ്റം പറ്റ ഇല്ലാണ്ടായി പോവാണ്. അപ്പോൾ അത് ന്യൂക്ലിയസ് ലെവലിലേക്ക് പോയി. അപ്പോൾ നമ്മൾക്ക് ഇവിടെ പോസിറ്റീവ്ലി ചാർജ്ഡ് ബോഡി ആക്കണമെങ്കിലും നെഗറ്റീവ്ലി ചാർജ്ഡ് ബോഡി ആക്കണമെങ്കിലും ഇലക്ട്രോൺസിനെ റിമൂവ് ചെയ്യുക ആഡ് ചെയ്യുക ഇതേ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യം എപ്പോഴും ഓർത്ത് വെക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം നെഗറ്റീവ്ലി ചാർജ്ഡ് ബോഡി ആക്കണമെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? ഇലക്ട്രോൺസിനെ ആഡ് ചെയ്യേണ്ടി വരും. ഇലക്ട്രോൺസിനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബോഡി എന്താവും? നെഗറ്റീവ്ലി ചാർജ്ഡ് ബോഡി ആവും. അപ്പോൾ ഇവിടെ നമുക്ക് വളരെ സിമ്പിളാണ്, പക്ഷെ ഇവിടെ നമ്മൾ ടോട്ടലായിട്ട് മനസ്സിലാക്കേണ്ട സംഗതി ഇതാണ്. ഒരു ബോഡിയെ ഏതെങ്കിലും വിധത്തിൽ ചാർജ് ചെയ്യണമെങ്കിൽ ഇലക്ട്രോൺസിനെ റിമൂവ് ചെയ്യുക ആഡ് ചെയ്യുക, ഇത് മാത്രമേ പറ്റുള്ളൂ. അടുത്ത കാര്യം വരുന്നത് ഈ ചാർജിങ്ങിന്റെ സമയത്ത് മാസിന് എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ്. മാസിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാവുമോ എന്നുള്ളത്. ചേഞ്ച് ഉണ്ടാവും. കാരണം നമുക്കറിയാം മാസ്, ഇലക്ട്രോണിന് മാസ് ഉണ്ട്. അപ്പോൾ ഇലക്ട്രോണിനെ റിമൂവ് ചെയ്താൽ അപ്പോൾ മാസ് കുറയും, ആഡ് ചെയ്താൽ മാസ് കൂടും. അപ്പോൾ ഏത് ബോഡിക്കാണ് മാസ് കൂടുക എന്നും കൂടെ നമുക്ക് പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. ഒരു ബോഡി, ന്യൂട്രൽ ബോഡി ഉണ്ടെന്ന് കരുതുക. ആ ന്യൂട്രൽ ബോഡിയുടെ മാസ് എം ആണെങ്കിൽ ആ ബോഡി നെഗറ്റീവ് ബോഡി ആയി കഴിഞ്ഞാൽ ഇതിൻ്റെ മാസ് എം ഡാഷ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആണെങ്കിൽ ഇലക്ട്രോൺസിനെ ആഡ് ചെയ്യണം, അപ്പോൾ മാസ് എന്ത് ചെയ്യും? കൂടും. ഇനി അതല്ല പോസിറ്റീവ് ചാർജ്ഡ് ബോഡി ആണെങ്കിൽ ഇലക്ട്രോൺസിനെ റിമൂവ് ചെയ്യാണ്, അപ്പോൾ അതിൻ്റെ മാസ് എന്ത് ചെയ്യും? കുറയുകയാണ് ചെയ്യുക. അപ്പോൾ ചാർജ് ചെയ്യുന്ന സമയത്ത് മാസിന് എന്തെങ്കിലും സംഭവിക്കും. മാസ് കൂടാം കുറയാം. അത് ഇലക്ട്രോൺസിനെ നമ്മൾ ആഡ് ചെയ്യോ അല്ലെങ്കിൽ റിമൂവ് ചെയ്യോ എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് അത് വരിക. അപ്പോൾ മാസിൽ മാറ്റം ഉണ്ടാവുന്നുണ്ട്. അടുത്തത് നമുക്ക് ഈ രീതിയിൽ എങ്ങനെയാണ് 2 types ഓഫ് ചാർജസ് ഉണ്ട് എന്ന് മനസ്സിലായത് നോക്കാം. 2 types ഓഫ് ചാർജസ് ഉണ്ട് നമ്മൾ ആദ്യം പറഞ്ഞു, പോസിറ്റീവും നെഗറ്റീവും. അത് മനസ്സിലാക്കാൻ ശരിക്കും നമ്മൾ പണ്ടൊക്കെ ഈ സ്കെയിലൊക്കെ തലയിൽ ഇങ്ങനെ വരുതിയിട്ട് എന്ത് ചെയ്യും, ഒരു ചെറിയ പേപ്പറിലൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിങ്ങനെ ജസ്റ്റ് അട്രാക്ട് ചെയ്യണത് കാണാൻ പറ്റും. അത് ചാർജ് കാരണത്താലാണ്. അപ്പോൾ ഈ റബ്ബിംഗ് വഴി ഈ അട്രാക്ഷനും റിപ്പൽഷനും നമ്മൾ കണ്ടിരുന്നു. നമ്മൾ മനുഷ്യകുലത്തിൻ്റെ ചരിത്രത്തിൽ അനുഭവപ്പെട്ട കാര്യങ്ങളായിരുന്നു. അങ്ങനെയാണ് ശരിക്ക് 2 types ഓഫ് ചാർജസ് ഉണ്ട് എന്ന് മനസ്സിലായത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ 2 ആളുകൾ റബ്ബ് ചെയ്തു. ആ റബ്ബ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? ഇവരെ അട്രാക്ഷനിൽ കൊണ്ടുവരിക, ഇവരെ അടുത്ത് കൊണ്ടുവന്ന് വെക്കുക. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? ഇവർ റിപ്പൽ ചെയ്യുന്നുണ്ടോ അട്രാക്ട് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ ചിലത് അട്രാക്ട് ചെയ്യുന്നുണ്ട്, ചിലത് റിപ്പൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ 2 types ഓഫ് ചാർജസ് ഉണ്ട്, അങ്ങനെ മനസ്സിലാവുകയാണ്. ഇപ്പോൾ നമ്മൾ ഒരു ഗ്ലാസ് റോഡും അതേപോലെ തന്നെ സിൽക്ക് എടുക്കുക, ഇതിനെ റബ്ബ് ചെയ്യുക. അത് റബ്ബ് ചെയ്തിട്ട് ഈ ഗ്ലാസ്സിനെ അതിൻ്റെ അടുത്തേക്ക് നമ്മൾ ഗ്ലാസ്സിനെ കൊണ്ടുവന്ന് വെക്കുക. അപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഇത് 2 ഗ്ലാസ് റോഡാണെന്ന് കരുതുക. ഈ 2 ആളുകളെയും ഞാൻ എന്ത് ചെയ്തു? സിൽക്കുമായിട്ട് റബ്ബ് ചെയ്തു. ഇതിങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ നമ്മൾ ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റി ഉണ്ടാവും അവിടെ. ഇങ്ങനെ റബ്ബ് ചെയ്തിട്ട് രണ്ടും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് റബ്ബ് ചെയ്തിട്ട് ഈ 2 ഗ്ലാസ്സുകൾ അടുത്ത് കൊണ്ടുവന്നപ്പോൾ എന്ത് ചെയ്തു? റിപ്പൽ ചെയ്തു. അപ്പോൾ അവിടെ എന്തോ ഒരു റിപ്പൽസീവ് ഫോഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇതിന് കിട്ടുന്നത് പോസിറ്റീവ് ചാർജുകളായിരിക്കും. ഇനി അത് മാറ്റിയിട്ട് ഞാനൊരു പ്ലാസ്റ്റിക് എടുത്തു. ഈ പ്ലാസ്റ്റിക് ഈ സിൽക്കുമായിട്ട് റബ്ബ് ചെയ്തിട്ട് എന്ത് ചെയ്തു? ഈ പ്ലാസ്റ്റിക്കുകൾ 2ഉം കൊണ്ടുവന്നിട്ട് അടുത്ത് വെച്ചപ്പോൾ അതും റിപ്പൽ ചെയ്തു. അപ്പോൾ പ്ലാസ്റ്റിക്കിന് എന്താ കിട്ടിയത്? നെഗറ്റീവ് ചാർജ് ആയിരുന്നു. അതൊക്കെ നമ്മൾ പിന്നീട് കണ്ടുപിടിക്കുന്നതാണ്. അതേപോലെ ഈ സിൽക്കുമായിട്ട് ഞാൻ ആദ്യം ഗ്ലാസ്സിന് റബ്ബ് ചെയ്തു, അതേപോലെ പ്ലാസ്റ്റിക്കും റബ്ബ് ചെയ്ത്. അപ്പോൾ ഒന്നിന് പോസിറ്റീവും ഒന്നിന് നെഗറ്റീവുമാണ്. ഇത് 2ഉം അടുത്ത് കൊണ്ടുവന്ന് വെച്ചപ്പോൾ എന്ത് ചെയ്തു?
അട്രാക്ട് ചെയ്തു. അപ്പോൾ നമുക്ക് രണ്ട് വിധം ചാർജ് ഉണ്ട് എന്ന് മനസ്സിലാവും. അപ്പോൾ നോക്കുക, ഞാൻ ആദ്യം ഒരു സിൽക്ക് ത്രെഡിൽ, ഒരു കയറാണെന്ന് അർത്ഥം, ഒരു സിൽക്ക് ത്രെഡിൽ ഇവിടെ എങ്ങനെ ഒരു പ്ലാസ്റ്റിക് ഗ്ലാസ് റോഡ് ആയിക്കോട്ടെ, ആദ്യം ഗ്ലാസ് റോഡിന് എങ്ങനെ ഹാങ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ ഇത് ആദ്യം എന്ത് ചെയ്തിട്ടുണ്ട്, സിൽക്കുമായിട്ട് റബ്ബ് ചെയ്തിട്ടുണ്ട്. സിൽക്കുമായി റബ്ബ് ചെയ്തപ്പോൾ ഇതിന് ഏത് ചാർജ് വന്നു, പോസിറ്റീവ് ചാർജ് വന്നു. ഇത് ഞാൻ ഈ സിൽക്ക് ത്രെഡിൽ റബ്ബ് ഹാങ് ചെയ്ത് വെക്കാനുള്ള കാരണം അതൊരു ഇൻസുലേറ്ററാണ്. അപ്പൊ ആ ഇൻസുലേറ്റർ ആവുമ്പോൾ അതിൽ കൂടെ എന്ത് ചെയ്യൂല, ചാർജ് ഫ്ലോ നടക്കൂല, ആ ചാർജ് അവിടെ നിന്നോളും. അതിനാണ് ആ സിൽക്ക് ത്രെഡൊക്കെ കൊടുക്കുന്നത്. എന്നിട്ട് ഞാൻ ഇതിന്റെ അടുത്തോട്ട് ഇതിപ്പോ ആരാണ്, പ്ലാസ്റ്റിക് ആണ് കേട്ടോ, പ്ലാസ്റ്റിക് അല്ല, ഗ്ലാസ് റോഡാണ് നമ്മൾ റബ്ബ് ചെയ്തത്. ഇനി വേറൊരു ഗ്ലാസ് റോഡ് എടുത്തിട്ട് സിൽക്കുമായി റബ്ബ് ചെയ്യാം. എന്നിട്ട് ആ ഗ്ലാസ് റോഡിനെ ഇതിന്റെ അടുത്തോട്ട് കൊണ്ടുവന്നാല് ഇതിലും പോസിറ്റീവാണ്. അപ്പൊ ഇത് രണ്ടും എന്ത് ചെയ്യും, റിപ്പൽ ചെയ്യും. അപ്പൊ ആ ഒരു റിപ്പൽഷൻ നമ്മൾ അവിടെ കണ്ട്. ഇനി ഇതേപോലെ ഇതും ഗ്ലാസ് ആണ്. അപ്പൊ ഗ്ലാസ്സിന് പോസിറ്റീവ് ആയിരുന്നു കിട്ടിയത്. ഈ രണ്ട് ഗ്ലാസ്സും ആരായിട്ട് നമ്മൾ റബ്ബ് ചെയ്തത്, സിൽക്കുമായിട്ടാണ്. ഇനി ഇതേപോലെ ഞാൻ എന്ത് ചെയ്തു, ഗ്ലാസ് മാറ്റിയിട്ട് പ്ലാസ്റ്റിക് സിൽക്കുമായിട്ട് റബ്ബ് ചെയ്തു. ഇവിടെയും സിൽക്കുമായി റബ്ബ് ചെയ്ത ഒരു പ്ലാസ്റ്റിക്കിനെ കൊണ്ടുവന്ന് വെച്ചു. അപ്പൊ നമ്മൾ പറഞ്ഞു, ഞാൻ ആ ഒരു സിൽക്കുമായി പ്ലാസ്റ്റിക് റബ്ബ് ചെയ്തപ്പോൾ അതും കിട്ടുന്നത് നെഗറ്റീവ് ചാർജ് ആണ്. ആ നെഗറ്റീവും റിപ്പൽഷൻ ആണ് അനുഭവപ്പെട്ടത്. ഇനി ആ സിൽക്കുമായിട്ട് ഒരു തവണ പ്ലാസ്റ്റിക്കും മറ്റേ ആള് ഗ്ലാസുമാണ് റബ്ബ് ചെയ്തതെങ്കിൽ, ഇതൊരു എക്സ്പെരിമെന്റ് മോഡലാണ്. അപ്പോൾ ഗ്ലാസുമായിട്ട് റബ്ബ് ചെയ്തപ്പോൾ ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ്, ഇവർ തമ്മിൽ അട്രാക്ഷൻ ആണെന്നും കണ്ടു. അങ്ങനെയാണ് നമ്മൾ രണ്ട് ടൈപ്പ് ചാർജ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നത്. അപ്പൊ നിങ്ങൾ നോക്കിയാ, നിങ്ങളോട് ചിലപ്പോൾ ചോദിക്കുകയാണെന്ത്, രണ്ട് ടൈപ്പ് ചാർജ് ഉണ്ട് എന്ന് പറയുന്നതിന് ഒരു എക്സ്പെരിമെന്റ് കാണിക്കാൻ പറഞ്ഞാൽ ആദ്യം രണ്ട് ഗ്ലാസ് റോഡുകൾ റബ്ബ് ചെയ്യുക, പിന്നെ രണ്ട് പ്ലാസ്റ്റിക് റോഡുകൾ റബ്ബ് ചെയ്യുക, പിന്നെ ഒരു ഗ്ലാസും പ്ലാസ്റ്റിക്കും റബ്ബ് ചെയ്യുക. രണ്ടും ഗ്ലാസ് ആവുമ്പോൾ പോസിറ്റീവ് റിപ്പൽഷൻ, അതേപോലെ രണ്ടും പ്ലാസ്റ്റിക് ആവുമ്പോൾ നെഗറ്റീവ് റിപ്പൽഷൻ. ഒന്ന് ഗ്ലാസും ഒന്ന് പ്ലാസ്റ്റിക്കും ആവുമ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് അട്രാക്ഷൻ. ഇത് നമ്മൾ ജസ്റ്റ് വെറുതെ ഒരു എക്സ്പെരിമെന്റ് പറഞ്ഞതാണ്. അപ്പൊ നമ്മൾക്ക് മനസ്സിലായത് ഇതാണ്, രണ്ട് പോസിറ്റീവ് ചാർജുകൾ എന്ത് ചെയ്യുന്നു, റിപ്പൽ ചെയ്യുന്നു. അതേപോലെ തന്നെ രണ്ട് നെഗറ്റീവ് ചാർജുകളും എന്താ ചെയ്യുന്നത്, റിപ്പൽ ചെയ്യാണ്, ഇത് അകന്ന് നിൽക്കുകയാണ്. എന്നാൽ നേരെ മറിച്ച് ഒന്ന് പോസിറ്റീവ് ആണ്, അടുത്തത് നെഗറ്റീവ് ആണെങ്കിൽ എന്ത് സംഭവിക്കും, അട്രാക്ഷൻ ആണ് വരുന്നത്. അപ്പൊ ഇങ്ങനത്തെ കുറച്ച് പിക്ചേഴ്സ് ഒക്കെ ഉണ്ട് നമ്മളെ NCERT-യിൽ. ഇതൊന്നും എന്ത് വരില്ല, പബ്ലിക് എക്സാമിന് ഇതൊന്നും വരില്ല കേട്ടോ. അതൊക്കെ നമ്മൾ ജസ്റ്റ് ഇതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ പറയുന്നതാണ്. ഇനി നമുക്ക് അറിയാനുള്ളത് ഇതാണ്, ചാർജിനെ കുറിച്ച് നമ്മൾ ബേസിക്കലി അറിഞ്ഞിരിക്കേണ്ടുന്ന കാര്യങ്ങൾ. ഇനി നമ്മൾക്ക് അറിയേണ്ടത് കണ്ടക്ടേഴ്സ്, അതേപോലെ തന്നെ ഇൻസുലേറ്റേഴ്സ്, സെമി കണ്ടക്ടേഴ്സ്, ഇതിനെ കുറിച്ചാണ്. ഇത് നമ്മൾ കേട്ടതാണ്. നമുക്ക് മെറ്റീരിയൽസിന് ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടി ഇതിനെ ബേസ് ചെയ്തിട്ട് മൂന്നാക്കി തരംതിരിക്കാം. ഒന്നാരാണ്, കണ്ടക്ടറാണ്, മറ്റൊന്ന് ഇൻസുലേറ്ററാണ്.
ഇൻസുലേറ്ററിനെ ഞാൻ മറ്റൊരു പേരും കൂടെ വിളിക്കുകയാണ് ഡൈ ഇലക്ട്രിക്. ആ ഒരു പേര് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അടുത്തത് മൂന്നാമതൊരു കാറ്റഗറി ഉണ്ട്, അത് സെമി കണ്ടക്ടറാണ്. കണ്ടക്ടേഴ്സിൽ നമുക്കറിയാം, നമ്മൾ കേട്ടതാണ്, അപ്പോൾ അത് പെട്ടെന്ന് പറഞ്ഞു പോകാവുന്നതേ ഉള്ളൂ. ഒന്നാമത് ഒരുപാട് ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടാവും കണ്ടക്ടേഴ്സിൽ. ഫ്രീ ഇലക്ട്രോൺസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, ചാർജിന്റെ ഫ്ലോ നടക്കാനുള്ള ഈസിനെസ്, അതിനെയാണ് നമ്മൾ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, അത് വളരെ കൂടുതലാണ്. അപ്പോൾ ഈ കണ്ടക്ടേഴ്സിനെ പറ്റിയിട്ടുള്ള ഒരു പ്രാഥമിക വിവരം ഇതാണ്. ഫ്രീ ഇലക്ട്രോൺസ് കുറേ ഉണ്ട്, അതുകൊണ്ട് തന്നെ ചാർജ് ഫ്ലോ ഈസി ആയിട്ട് നടക്കുകയില്ല. അതാണ് കണ്ടക്ടേഴ്സിന്റെ പ്രത്യേകത. എന്നാൽ ഈ ഇൻസുലേറ്റർ, എനിക്ക് ഈ ഇൻസുലേറ്ററിൽ നമ്മൾ ഒരുപാട് കേട്ടതാണ്, പക്ഷെ എനിക്ക് ഈ വാക്കാണ് കൂടുതൽ വേണ്ടത്. നമ്മൾ ഈ ഡൈലക്ട്രിക് ഇങ്ങനെ കുറേ കേൾക്കും. ആരാണ് ഈ ഡൈലക്ട്രിക് എന്ന് ചോദിച്ചാൽ വളരെ സിമ്പിൾ, അത് ഇൻസുലേറ്ററാണ്. അപ്പോൾ ഈ ഇൻസുലേറ്ററിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഫ്രീ ഇലക്ട്രോൺസ് കുറവാണ്. ഫ്രീ ഇലക്ട്രോൺസ് ഇല്ല. അതുകൊണ്ട് തന്നെ കണ്ടക്ടിവിറ്റി, തീരെ ചാർജ് ഫ്ലോ നടക്കൂല. ഇപ്പൊ നമ്മൾക്ക് സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ ഇതിനിടയിൽ വരുന്നതാണ്. കണ്ടക്ടിവിറ്റി ബിറ്റ്വീൻ കണ്ടക്ടേഴ്സ് ആൻഡ് ഇൻസുലേറ്റേഴ്സ് ആണ്. ഇൻസുലേറ്ററിനും കണ്ടക്ടേഴ്സിനും ഇടയിൽ ഒരു കണ്ടക്ടിവിറ്റി കാണിക്കുന്ന ആളുകളാണ് ആര്? സെമി കണ്ടക്ടർ എന്ന് പറയുന്നത്. സെമി കണ്ടക്ടർ നമ്മൾക്ക് എക്സാമ്പിൾ പറഞ്ഞിട്ട് സെമി കണ്ടക്ടറിനെ വേഗം ഇങ്ങോട്ട് ഒഴിവാക്കാം. നമ്മൾ സെമി കണ്ടക്ടർ നമുക്കൊരു ചാപ്റ്റർ ആയിട്ട് തന്നെ പഠിക്കാനുണ്ട് കേട്ടോ. ഇതിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടാവും 14th ഗ്രൂപ്പിൽ അല്ലേ, ജെർമാനിയം, സിലിക്കൺ എന്നൊക്കെ പറയുന്നത് എന്താണ്? സെമി കണ്ടക്ടേഴ്സ് ആണ്. ഇനി നമുക്ക് കണ്ടക്ടേഴ്സിലോട്ട് തിരിച്ചു വരാം. ഇതിൽ ഒരുപാട് എന്തുണ്ട്? ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്. ആ ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്, അത് മാത്രമല്ല അതിൽ കണ്ടക്ടിവിറ്റി വളരെ കൂടുതലാണ്. ഇതിന് എക്സാമ്പിൾ വരുന്നത് മെറ്റൽസ് ആണ്. മെറ്റൽസ് നല്ല കണ്ടക്ടേഴ്സ് ആണ്. ഇനി മറ്റൊരു കാര്യം, ഈ കണ്ടക്ടേഴ്സിന് നമ്മൾ ഒരു ചാർജ് കൊടുത്താൽ എന്താണ് സംഭവിക്കുക? വെരി ഇമ്പോർട്ടൻറ്റ്. ഇതൊക്കെ നമ്മൾക്ക് അറിയുന്ന കാര്യമാണ്. ഇനിയുള്ള കാര്യമാണ് നന്നായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഒരു കണ്ടക്ടറിന് ഒരു ചാർജ് കൊടുത്താൽ എന്ത് സംഭവിക്കും? ഒരു ഇൻസുലേറ്ററിന് ചാർജ് കൊടുത്താൽ എന്ത് സംഭവിക്കും? അപ്പോൾ ഒരു കണ്ടക്ടർ എടുക്കുക. അപ്പോൾ ആണ് ഒരു ക്യൂബ് എടുത്തു എന്ന് കരുതുക. അതിൻ്റെ നടുക്ക് 2 ചാർജുകൾ വെച്ചു. ഒരു പോസിറ്റീവും ആണെന്ന് കരുതുക. ഈ പോസിറ്റീവും റിപ്പൽ ചെയ്യാണെന്ന് നമുക്കറിയാം. അപ്പോൾ ആ റിപ്പൽഷൻ കാരണത്താൽ അതിന് അകന്നു പോകാനൊരു ടെൻഡൻസി ഉണ്ടാവും. അപ്പോൾ ആ അകന്നു പോയി കഴിഞ്ഞാൽ അങ്ങനെ മൂവ് ചെയ്യാൻ കഴിയുമോ? കണ്ടക്ടറിൽ കഴിയും. ഒരു ഇലക്ട്രോൺസിന് അല്ലെങ്കിൽ ചാർജിന് മൂവ് ചെയ്യാൻ കഴിയും. ഏതിൽ? ഒരു കണ്ടക്ടറിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ആ ചാർജുകൾ അതിൽ മൂവ് ചെയ്യും. എന്നാൽ അങ്ങനെ മോഷൻ സാധ്യമല്ല ഇൻസുലേറ്ററിൽ. അങ്ങനെ മൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പോൾ ആ റിപ്പൽഷൻ കാരണത്താൽ കുറേ അകന്ന് പോയി എവിടെ വരെ പോവാം? സർഫസ് വരെ പറ്റുള്ളൂ. കാരണം ഈ കണ്ടക്ടർ ആയിട്ടുള്ള ആൾ വെച്ചിരുന്നത്, ഇപ്പോൾ നമ്മൾ എയറിലാണെന്ന് കരുതുക. എയറിലാണെങ്കിൽ എയർ ഒരു ഇൻസുലേറ്റർ ആണ്. അപ്പോൾ ആ എയർ ഇൻസുലേറ്റർ ആവുമ്പോൾ അതിൽ കൂടെ മൂവ് ചെയ്യാൻ പറ്റൂല. അപ്പോൾ ഈ കണ്ടക്ടറിന്റെ സെന്ററിൽ വെച്ച 2 ചാർജുകൾ റിപ്പൽഷൻ കാരണത്താൽ മൂവ് ചെയ്യാൻ നോക്കും. മൂവ് ചെയ്യാൻ കഴിയും. പക്ഷെ ഏതുവരെ കഴിയുള്ളൂ? സർഫസ് വരെ. സർഫസ് വരെ ആ ചാർജ് എത്തും. പിന്നെ അങ്ങോട്ട് പോകാൻ കഴിയും. കാരണം പിന്നെ എയർ ആണ്. ആ എയർ ഒരു ഇൻസുലേറ്റർ, അതിൽ മൂവ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ എന്താണ്? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, കണ്ടക്ടേഴ്സിന് നിങ്ങൾ ഒരു ചാർജ് കൊടുത്തു കഴിഞ്ഞാൽ
അത് റെസ്റ്റ് ചെയ്യുക, അത് നിൽക്കുക അതിന്റെ സർഫസിലാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ പോയിന്റ്, നന്നായിട്ട് ശ്രദ്ധിക്കണം. ഒരു കണ്ടക്ടർ നിങ്ങൾ ചാർജ് കൊടുത്തു കഴിഞ്ഞാൽ അത് റിസൈഡ്സ് ഓൺ ഇറ്റ് സർഫസ് ആണ്. സർഫസിലാണ് അത് നിൽക്കുക. എത്ര നമ്മൾ ചാർജ് കൊടുത്താലും അതിന്റെ സർഫസിലേ നിൽക്കുകയുള്ളൂ, അകത്ത് ചാർജ് ഉണ്ടാവില്ല. അപ്പോൾ ചാർജ് ഇൻസൈഡ് എ കണ്ടക്ടർ ഈസ് ഓൾവേസ് 0. നേരെ തിരിച്ച് നമ്മൾ ഇൻസുലേറ്ററിലാണെങ്കിൽ, ഇൻസുലേറ്ററിൽ 2 ചാർജുകൾ കൊടുത്തു കഴിഞ്ഞാൽ അത് റിപ്പൽഷൻ ഉണ്ടാവും. ആ റിപ്പൽഷൻ കാരണത്താൽ മൂവ് ചെയ്യാൻ നോക്കും, പക്ഷെ മൂവ് ചെയ്യാൻ കഴിയില്ല, അതിന് കണ്ടക്ടിവിറ്റി ഇല്ല. അപ്പൊ ആ ഇൻസുലേറ്ററിനാണ് നമ്മൾ ചാർജ് കൊടുത്തെങ്കിൽ എവിടെയാണോ ചാർജ് കൊടുത്തത് അത് അവിടെ അങ്ങോട്ട് നിൽക്കും. അപ്പൊ ഞാൻ ഈ കണ്ടക്ടറിന് ഒരു പിക്ചർ വരക്കുകയാണെങ്കിൽ, ഇവിടെ നമുക്കൊരു പിക്ചർ വരക്കാം. അപ്പൊ ഒരു കണ്ടക്ടറിന് ഞാനൊരു പിക്ചർ വരക്കുമ്പോൾ ഇങ്ങനെ കാണിക്കാം. ഇതാണ് കണ്ടക്ടർ എങ്കിൽ അതിന് ചാർജ് കൊടുത്താൽ ആ ചാർജ് ഒക്കെ എവിടെയാ വന്ന് നിൽക്കുക? അതിന്റെ സർഫസിലാണ് വന്ന് നിൽക്കുക. ഇൻസൈഡ് ചാർജ് ഉണ്ടാവില്ല. പക്ഷേ നേരെ തിരിച്ച് ഇൻസുലേറ്ററിലാണെങ്കിൽ നമ്മൾ എവിടെയാണോ ചാർജ് കൊടുത്തത്, ഇപ്പൊ ഇവിടെ ഒരു ചാർജ് കൊടുത്തു പോസിറ്റീവ്, അത് അവിടെ നിൽക്കും. ഇവിടെ ഒരു ചാർജ് കൊടുത്തു നെഗറ്റീവ്, അത് അവിടെ നിൽക്കും, മൂവ് ചെയ്യാൻ കഴിയില്ല. ഇൻസുലേറ്ററിൽ എവിടെയാണോ കൊടുത്തത് അവിടെ നിൽക്കും. കണ്ടക്ടറിലാണെങ്കിൽ അത് എവിടെ വന്ന് നിൽക്കും? സർഫസിൽ വന്ന് നിൽക്കും. ഈ കാര്യങ്ങളാണ് നമ്മൾ കണ്ടക്ടർ, ഇൻസുലേറ്റർ, സെമി കണ്ടക്ടറിൽ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മൾ കണ്ടക്ടിവിറ്റീനെ ബേസ് ചെയ്തിട്ട് മെറ്റീരിയൽസിനെ നമുക്ക് 3 തരംതിരിക്കാം. ഇതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഇതിലേ നിങ്ങൾക്കൊരു എന്ത് വേണം? 3 പോയിന്റുകൾ നിങ്ങൾ ഓർത്ത് വെക്കണം. ഇൻസുലേറ്ററിനെ തന്നെയാണ് ആരെ വിളിക്കുന്നത്? ഡൈഇലക്ട്രിക് എന്ന് വിളിക്കുന്നത്. അടുത്തൊരു പോയിന്റ്, ഒരു കണ്ടക്ടർ നമ്മൾ ചാർജ് കൊടുത്തു കഴിഞ്ഞാൽ സർഫസിൽ നിൽക്കും. ഇൻസുലേറ്ററിൽ ചാർജ് കൊടുത്താൽ എവിടെയാണോ ചാർജ് കൊടുത്തത് അവിടെ നിൽക്കും. ഇത്ര മാത്രം പഠിച്ചാൽ മതി. ബാക്കി ഇതിൽ പഠിക്കേണ്ട ആവശ്യമില്ല. ബാക്കിയൊക്കെ നമുക്ക് അറിയണതാണ്. ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇത് നമുക്ക് പ്രോബ്ലം ചെയ്യുന്നിടത്തൊക്കെ ആവശ്യമായിട്ട് വരും. ഇനി നമ്മൾക്ക് ഇതേ ഒരു കൺസെപ്റ്റുകൾ എർത്തിനൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. എർത്ത് ഒരു കണ്ടക്ടർ ആണോ ഇൻസുലേറ്റർ ആണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എർത്ത് ഒരു കണ്ടക്ടറാണ്. എർത്ത് കണ്ടക്ടർ ആണെന്ന് മാത്രമല്ല, അതൊരു ഇലക്ട്രോൺ ബാങ്കാണ്. നമ്മൾ സാധാരണ കേൾക്കുന്നതാണ് വീട്ടിലൊക്കെ അല്ലെ, എർത്ത് ചെയ്യാന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. ഈ എർത്ത് ചെയ്യണത് എക്സസ് ചാർജുകൾ വല്ലതും വന്നു കഴിഞ്ഞാൽ ഭൂമിയിലോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യണത്? നമ്മൾ എർത്ത് ചെയ്യാന്ന് പറയുന്നത്. അപ്പോൾ എർത്ത് എന്താണ്? ഒരു ഗുഡ് കണ്ടക്ടറാണ്. കണ്ടക്ടർ ആണെന്ന് മാത്രമല്ല, ഞാൻ എർത്തിന് മറ്റൊരു പേര് വിളിച്ചു, ഇലക്ട്രോൺ ബാങ്ക് എന്ന്. ഇലക്ട്രോൺ ബാങ്ക് എന്ന് പറഞ്ഞാല് ഇതാണ് അർത്ഥം. നിങ്ങൾക്ക് ഭൂമിക്ക് എത്ര ചാർജ് വേണമെങ്കിലും കൊടുക്കാം, എത്ര ചാർജ് വേണമെങ്കിലും തിരിച്ചെടുക്കാം. കാരണം ഒരു വലിയ ബോഡിയാണത്. ഇപ്പൊ നമ്മൾക്ക് ചുറ്റും നമ്മൾ നേരിട്ട് കോണ്ടാക്റ്റിൽ വരുന്ന ഏറ്റവും വലിയ ബോഡി ആരാണ്? ഭൂമിയാണ്. അപ്പോൾ ഭൂമിയെ സംബന്ധിച്ചിടത്തോളം ഒരാളുടെ വലിപ്പം കൂടി കഴിഞ്ഞാൽ ചാർജ് സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഒക്കെ കൂടും. അത് നമ്മൾ ഇനി കാണും. അപ്പോൾ വലിയ ഒരാളായതുകൊണ്ട് തന്നെ എത്ര ഇലക്ട്രോൺ വേണമെങ്കിലും കൊടുക്കാം, എത്ര ഇലക്ട്രോൺ തിരിച്ചെടുക്കുകയും ചെയ്യാം, എത്ര പണം നിക്ഷേപിക്കുകയും ചെയ്യാം, എത്ര എടുക്കുകയും ചെയ്യാവുന്നതാണ് ആര്? ബാങ്ക്. നമ്മൾ കേട്ടിട്ടുണ്ട്, എടുക്കണമെങ്കിൽ നമ്മൾ ആദ്യം പൈസ ഇടണം കേട്ടോ. അപ്പോൾ ഭൂമിയിൽ നമ്മൾ ഇലക്ട്രോൺ ബാങ്ക് എന്ന് പറയാൻ കാരണം എത്രയും കൊടുക്കാം എത്രയും തിരിച്ചെടുക്കാം എന്നുള്ളതാണ്. പക്ഷേ അവിടെ നമ്മൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കി വെക്കണം. എർത്തിങ് നമ്മൾ കേട്ടതാണ്. എർത്തിങ് എന്ന് പറഞ്ഞാല് ഒരു ചാർജ്ഡ് ബോഡി, ആ ചാർജ്ഡ് ബോഡിയെ വല്ല എക്സസ് ചാർജും വന്നു കഴിഞ്ഞാൽ ഭൂമിയിലോട്ട് പറഞ്ഞയക്കാൻ വേണ്ടിയിട്ട് ഒരു വയറുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യും. ഇതിനെയാണ് നമ്മൾ എർത്തിങ് അല്ലെങ്കിൽ ഗ്രൗണ്ട് ചെയ്യാന്നൊക്കെ പറയാം. അപ്പൊ ആ എർത്ത് ചെയ്യണത് നമ്മൾ കാണിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പൊ ഇതാണ് ഒരു ചാർജ്ഡ് ബോഡി എങ്കിൽ ആ ചാർജ്ഡ് ബോഡിയെ എന്ത് ചെയ്യാണ്? എർത്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് നമ്മൾ പിക്ചറിൽ കാണിക്കുക.
ഒരു വയറുമായിട്ട് ഭൂമിയിലേക്ക് കൊടുക്കാം. ഇങ്ങനെ ഒരു പിക്ചർ കണ്ടാൽ അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം എർത്ത് ചെയ്തു പോകുന്നു. ഇങ്ങനെ എർത്ത് ചെയ്ത് കഴിഞ്ഞാൽ ഇലക്ട്രോൺസ് എക്സസ് ചാർജുകൾ ഉണ്ടെങ്കിൽ അത് ഭൂമിയിലേക്ക് പോകും, അല്ലെങ്കിൽ മുകളിലോട്ട് വരും. അതൊക്കെ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അപ്പൊ ഈ ബോഡിക്ക് പോസിറ്റീവ് ചാർജ് എക്സസ് ആയിട്ടുണ്ട് എന്ന് കരുതുക. പോസിറ്റീവ് ചാർജ് എക്സസ് ആയിട്ടുണ്ടെങ്കിൽ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആ ചാർജ് ഇല്ലാണ്ടാവും, ന്യൂട്രലൈസ്ഡ് ആവും. അതാവാൻ ഇലക്ട്രോൺസ് ഉണ്ട് ഭൂമിയിൽ, ആ ഇലക്ട്രോൺസ് മുകളിലോട്ട് കയറും. നോക്കണം, ആ പോസിറ്റീവ് ചാർജ് ഇറങ്ങി പോവല്ല ചെയ്യുക. പോസിറ്റീവ് ചാർജ് ഒരിക്കലും വരില്ല, പോവില്ല. നമുക്ക് ഇലക്ട്രോൺസിനെ ആഡ് ചെയ്യുക, റിമൂവ് ചെയ്ത് മാത്രമേ പറ്റുള്ളൂ. അപ്പൊ ഈ പോസിറ്റീവ് ചാർജിനെ ന്യൂട്രലൈസ് ചെയ്യണമെങ്കിൽ നെഗറ്റീവ് ചാർജ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് എന്നിട്ട് കയറി വരിക ചെയ്യുക. അങ്ങനെ ഇലക്ട്രോൺസിന് നെഗറ്റീവ് ചാർജ് ആണ്. അപ്പൊ ആ ഇലക്ട്രോൺസിലെ നെഗറ്റീവ് ചാർജ് ഈ പോസിറ്റീവ് ചാർജും കൂടെ എന്ത് ചെയ്യും? ന്യൂട്രലൈസ്ഡ് ആവും. എന്നാൽ ഒരു ബോഡി നെഗറ്റീവ്ലി ചാർജ്ഡ് ബോഡി ആണെങ്കിൽ അപ്പൊ എന്താ സംഭവിക്കുക നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഇപ്പോ ഇതാണ് നെഗറ്റീവ്ലി ചാർജ്ഡ് ബോഡിയാണ്. ഇതിനെ ഞാൻ ഇങ്ങനെ എർത്ത് ചെയ്തു എന്ന് കരുതുക. ഇത് എർത്ത് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇലക്ട്രോൺസ് എക്സസ് ചാർജ് ഉണ്ട്, എർത്ത് ചെയ്തു, ആ ചാർജ് പോയിരിക്കും. അങ്ങനെ ആ ചാർജ് എന്ത് ചെയ്യും? താഴോട്ട് പോവുക ചെയ്യുക. കാരണം ഇവിടെ ഇലക്ട്രോൺസ് ആണ്, ആ ഇലക്ട്രോൺസും താഴോട്ട് പോയാൽ മതി, അപ്പോൾ അത് ന്യൂട്രലൈസ്ഡ് ആയിക്കോളും. അപ്പോൾ പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ഭൂമിയിൽ നിന്ന് മുകളിലോട്ട് ഇലക്ട്രോൺസ് കയറി വരും. നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ ആ നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് താഴോട്ട് ഇറങ്ങിപ്പോകും. എർത്ത് ഈസ് ആൻ ഇലക്ട്രോൺ ബാങ്ക്. അപ്പൊ ഇതാണ് എർത്തിങ്, ഇലക്ട്രോൺ ബാങ്കിനെ കുറിച്ചൊക്കെ നമ്മൾക്ക് പറയാനുള്ളത്. ഇനി നമ്മൾക്ക് സാധാരണ നമുക്ക് ചാർജ്, നമുക്കറിയാവുന്ന ഏറ്റവും ചെറിയ ചാർജ് ഇലക്ട്രോണിന്റെ ചാർജാണ്. അപ്പോൾ അതിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്, ഇലക്ട്രോണിക് ചാർജ്. എത്രയാണ് ഒരു ഇലക്ട്രോണിന്റെ ചാർജ്? ഇത് നമ്മൾ മുമ്പ് യൂസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഒരു ഇലക്ട്രോണിന്റെ ചാർജ് എത്രയാ വരുന്നത് നോക്കാം. 1 ഇലക്ട്രോണിന്റെ ചാർജ് വരുന്നത് 1e എന്ന് കാണും. ചിലപ്പോൾ നമ്മൾ ഈക്വൽ ടു മൈനസ് ആണ്, നെഗറ്റീവ് ആണ്. 1.6 × 10⁻⁻19 കൂളംബാണ് ഒരു ഇലക്ട്രോണിന്റെ ചാർജ്. ഇതാണ് ഏറ്റവും ചെറിയ ചാർജ്. ഇനി ഇതിന്റെ മൾട്ടിപ്പിളുകളാണ് വരിക. വേറെ നമുക്ക് ഒരു കാര്യം കിട്ടേണ്ടത് ഒരു പ്രോട്ടോണിന്റെ ചാർജാണ്. ഇലക്ട്രോണിന്റെ ചാർജ് നെഗറ്റീവ് ആണ്. ഒരു പ്രോട്ടോണിന്റെ ചാർജ് ഇതേ ചാർജ് തന്നെയാണ്, പക്ഷെ എന്താണ്? പോസിറ്റീവ് ആണ്. 1.6 × 10⁻⁻19 കൂളം. ഇതാണ് ഒരു പ്രോട്ടോണിന്റെ ചാർജ് വരുന്നത്. അപ്പോൾ നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഇലക്ട്രിക് ചാർജിനെ കുറിച്ച് പറഞ്ഞു, കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ്, സെമി കണ്ടക്ടേഴ്സ് പറഞ്ഞു, എർത്തിനെ പറ്റി പറഞ്ഞു, ഇലക്ട്രോണിക് ചാർജുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇതാണ് ഇലക്ട്രിക് ചാർജിന്റെ കാര്യങ്ങൾ. ഇത് നിങ്ങൾക്ക് തന്നിട്ടുള്ള നോട്ട് ഉണ്ടാവും. ആ നോട്ടിൽ ഇത്രയും ഭാഗങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? കവർ ചെയ്യണം ആദ്യം.